ഹായ് കൂട്ടുകാരെ, അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ നെറ്റിച്ചുട്ടി. കണ്ടപ്പോൾ ആദ്യം എല്ലാവരും വിചാരിക്കും ഇതൊരു നെക്ലേസ് ആണെന്ന്, പക്ഷേ അല്ല. ഇത് നമ്മളെ തലയിൽ വെക്കുന്ന ഒരു സംഭവമാണ്, നെറ്റിച്ചുട്ടി എന്ന് ഇതിന് പറയാം. അപ്പോൾ ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ അടുത്ത നെറ്റിച്ചുട്ടിയാണ് ഇത് പിന്നെ സിമ്പിളായിട്ടുള്ള. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അടുത്തത് ഈ സംഭവമാണ്, പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് കൈമേലിങ്ങനെ തൂക്കിയിടുന്നൊരു സാധനമാണ്. കൈമേലാണ് ഇത് ഇടേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഒന്നും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആ സാധനം. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ ഇതാണ് അത്. ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മാലയാണിത്. അടിപൊളി, നല്ല ഇട്ടാൽ എല്ലാ ഡ്രസ്സിനോട് ചേരുന്നൊരു മാലയാണിത്. അപ്പോൾ അടുത്ത സാധനം ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിനാകെ 50 രൂപയുള്ളൂ. ഇത് ഞാനിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, പക്ഷേ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല. അപ്പോൾ ഇതെന്താ സംഭവം മനസ്സിലായോ? ഇതൊരു അത്തറിൻ്റെ കുപ്പിയാണ്, അത്തർ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ വാച്ച്. ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. ആദ്യം പണ്ട് യൂസ് ചെയ്യലുണ്ട്, ഇപ്പം ഇല്ല. ഇത് ഞാനന്ന് ചന്തയിൽ പോയപ്പോൾ വാങ്ങിയ ചൊറവളയാണ്. ചൊറവള എന്ന ഇവിടെ ഇതിന് പറയുന്നത് പേര്. നിങ്ങളുടെ നാട്ടിൽ എന്തെന്നാ പേര് പറയില്ലേ? അപ്പോൾ ഞാൻ മാല കൊണ്ട് മുത്തുകൊണ്ട് മാല ഉണ്ടാക്കലുണ്ടേനും, മാല കൊണ്ട് മുത്തുണ്ടാക്കലുണ്ടേനും ഇപ്പം പറയലുണ്ടാവും. ഈ മുത്തിൻ്റെ പേരാണ് ക്രിസ്റ്റൽ ബീഡ്സ്. അപ്പോൾ ഇത് ഗ്ലാസ് ബീഡ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് ഗം സ്റ്റോൺ ചിപ്പ് ബീഡ്സ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് പേൾ ബീഡ്സ്, സാധാരണ മുത്തുമാല ഉണ്ടാക്കുന്ന മുത്ത്. അപ്പോൾ പേൾ ബീഡ്സ് കൊണ്ട് ഞാൻ കുറേ മാലകളെല്ലാം ഉണ്ടാക്കിയതായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല, അതെല്ലാം ഞാൻ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ അന്ന് ഞാൻ പണ്ട് ഉണ്ടാക്കിയ ഇത് ലോക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ജംപ് റിങ്സ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ബ്രേസ്ലെറ്റ് ആക്കി ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് സീഡ് ബീഡ്സ്. ഇത് ചെറിയ മുത്തുകളായിരിക്കും, നിങ്ങളെല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കളറുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇനിയും ഒരു മാല ഉണ്ടാക്കണം. ഇത് ഞാൻ അന്ന് വാങ്ങിയതാണ്, പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഒരു വേറെ കളർ, ഇത് സീഡ് ബീഡ്സ്. ഇത് കുറച്ച് കളർഫുള്ളാണ്, കുറേ മുത്തുകൾ മിക്സ്ഡ് ആയിപ്പോയി. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ജംപ് റിങ്സ്. ഈ സാധനത്തിൻ്റെ ഒരു ജംപ് റിങ്സ് പറഞ്ഞാൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതാണ് നൂല് കുറച്ച് കട്ടിയുള്ള നൂലായിരിക്കണം, കാരണം മൊത്തം മാലയല്ല, വേഗം പൊട്ടിപ്പോകുന്ന തുന്നുന്ന ആ നൂലൊന്നും എടുക്കാൻ പാടില്ല. ഇത് മാല കോക്കാനായിട്ടൊരു നൂലുണ്ട്, അത് വാങ്ങിക്കണം. പിന്നെ ഇതാണ് നങ്കീസ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു മാലയാണ് ഇത്. ഈ ഫോട്ടോ മാത്രമേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. ഇത് ഞാൻ കുറേ മാല ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ മാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.